ഖുർആൻ അവിടെയാണ് വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈറുൻ ഫദ്കുറു സ്മല്ലാഹി അലൈഹാ സവാഫ ഫഇദാ വജബത് ജുനൂബുഹാ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. വൽബുദ്ന അതായത് ഒട്ടകങ്ങൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശആഇറുകൾ അല്ലാഹുവിന്റെ അടയാളങ്ങളാക്കി തന്നു എന്നാണ്. ഈ ബലിമൃഗങ്ങൾ അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അല്ലാഹുവിന്റെ അടയാളങ്ങൾ വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് അല്ലാഹുവിന്റെ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് അത് ഹൃദയത്തിൽ നിന്നുണ്ടായിത്തീരേണ്ട, അവന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്നുണ്ടായിത്തീരേണ്ട തഖ്വയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ അറുക്കുന്നു എന്നത് മാത്രമല്ല, ആ അറിവ് അവന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിനെത്തുന്നില്ല. പടച്ചോൻ അതിങ്ങനെ കുടിച്ചിട്ട് അതിൽ നിന്ന് പ്രത്യേകമായൊരു ശക്തി വിശേഷം ഉണ്ടായിട്ട് അത് അടുത്ത കൊല്ലത്തേക്ക് ശേഷിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു റബ്ബിനെ ഒന്നുമല്ല നമ്മളെ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത്. മറിച്ച് മനുഷ്യന് അവന്റെ മനസ്സിന്, അവൻ അള്ളാഹുവിലേക്ക് അർപ്പിതമായൊരു മനസ്സുണ്ടാക്കുന്നിടത്ത് ഇതിന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതാണ് പ്രധാനം. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. വലാകിൻ യനാലുഹു അല്ലാഹുവിനെത്തുന്നത് അത്തഖ്വാ മിൻകും, നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തഖ്വയാണ്. പടച്ചവന് വേണ്ടത് അത് തന്നെയാണ്. അല്ലാഹു നിങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നതും അത് തന്നെയാണ്. നിങ്ങൾ എത്ര സൂക്ഷ്മശാലിയായി ജീവിക്കാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് എത്രമേൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പേടിക്കാൻ സാധിച്ചു. അവിടെയാണ് ഈ അറിവിനെയും അതിന്റെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. ഓരോ അറിവും ഒരു കർമ്മം എന്ന നിലയിൽ ഒരു കടത്തല്ല, അങ്ങനെ ഒരു ആചാരത്തിന്റെ ബാഹ്യ പ്രകടനമല്ല. അത് മനസ്സ് അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ഒരു വിശ്വാസിയുടെ ഭക്ത്യാദരപൂർവം നടക്കേണ്ട ഒരു ബലി എന്ന അർത്ഥത്തില്ല ആ ദാനം. അതുവഴി അത് ആ മാംസം പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ, അതിലൂടെ ഭക്ഷണം സമ്പന്നമായ ഒരു സാമൂഹിക ജീവിതത്തിന് ഏതു കാലത്തെയും പൗരാണിക ചരിത്രം പഠിപ്പിക്കുന്ന വിധം ഈ മാംസം എന്നത് ഭക്ഷണത്തിന് ഉപകരിക്കേണ്ടതാണ് എന്ന ബോധ്യത്തെ നിരന്തരം ഊട്ടി ഉറപ്പിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തത്. അതാണ് ഭക്ഷണത്തിന് ആവശ്യമാണ് മൃഗങ്ങൾ. മൃഗഭക്ഷണം എന്ന് പറയുന്നത് അത്ര മോശമായ ഒന്നല്ല. വിവേകാനന്ദൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് കൂടുതൽ നല്ല മനസ്സു വേണമെന്ന് തോന്നുമ്പോൾ മാറ്റി നിർത്താം മാംസഭക്ഷണമെങ്കിലും, കരുത്താർജിക്കാൻ നിങ്ങൾക്ക് ഈ കാളയുടെ മാംസം തന്നെ വേണം എന്ന് കൃത്യമായി പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ സർവസ്വത്തിൽ വായിക്കാൻ കഴിയും. അവിടെയൊക്കെ മാംസഭക്ഷണം മനുഷ്യന്റെ പ്രോട്ടീന് ആവശ്യമാകുന്ന പോഷകാഹാര സമൃദ്ധമായൊരു ഭക്ഷണം എന്ന നിലക്ക് ആ ഭക്ഷണം ചരിത്രത്തിൽ എന്നും മനുഷ്യന്റെ ചരിത്രത്തിന്റെ ഭാഗമായി വന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ. അത് ആവശ്യക്കാരനായ രണ്ട് വിഭാഗം ആളുകൾ. ചിലര് ആവശ്യം ചോദിച്ചു വരുന്ന ആളുകളല്ല, അത് തങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങളുടെ മനസ്സിൽ ഒതുക്കിപ്പിടിച്ച് നാണിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്കും കൊടുക്കണം, അതുപോലെ ചോദിച്ചു വരുന്നവരായ ദരിദ്രരായ ആളുകൾക്കും കൊടുക്കണം. അങ്ങനെ ഇരു വിഭാഗങ്ങൾക്കും കൊടുക്കുന്ന വിധം പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് ഈ ഭക്ഷണം. അതുകൊണ്ട് ഞാൻ എന്റെ സാന്ദർഭികമായൊരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, എല്ലാ മഹല്ലുകളിലും ഇന്ന് കാര്യമായി അറുക്കുന്നുണ്ടാവും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രത്യേകിച്ചും ഏതാണ്ട് 90ഉം 100ഉം ഒക്കെ അറുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ അറുക്കുമ്പോൾ അതിങ്ങനെ പിന്നെ 20ഉം 25ഉം കിലോ വെച്ചൊരു വീട്ടിലേക്ക് പോകുന്നതിനേക്കാളും നന്നാവുക ഇല്ലാത്ത സ്ഥലങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തി അങ്ങോട്ടുകൂടി അങ്ങനെ വിതരണം ചെയ്യാൻ ശ്രമിക്കലാണ്. അങ്ങനെ വരുമ്പോ രണ്ട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു. ഒരു അമിത ഭക്ഷണശീലം നമ്മൾ ഉണ്ടാക്കാൻ അത് കാരണമായി തീരേണ്ടതില്ല. മാംസം വല്ലാതെ കഴിക്കുന്നതും തെറ്റാണെന്ന് പറഞ്ഞാൽ എന്തിനുമുണ്ടൊരു മിതത്വം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കുലൂ വശ്റബൂ വലാ തുസ്രിഫു. ഒരുപക്ഷെ ഇത് ഏറ്റവും വലിയൊരു ആരോഗ്യദായകമായ ഒരു കാഴ്ചപ്പാടാണ്. കുലൂ വശ്റബൂ, നിങ്ങൾ കഴിക്കണം, തിന്നണം, കുടിക്കണം. വലാ തുസ്രിഫു, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അതിൽ അമിതത്വം കാണിക്കരുത്. ആര് തിന്നാലും അമിതത്വം എന്ന് പറയുന്ന രോഗാതുരമായൊരു ശരീരത്തെ സൃഷ്ടിക്കുകയാണ്. രോഗാതുരമായൊരു ശരീരം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: നിങ്ങളുടെ വയറിനേക്കാൾ വലിയ ഒരു മോശമായ ഒരു പാത്രം വേറെ ഇല്ല. മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മോശമായ പാത്രം വയറാണ് എന്ന് മുഹമ്മദ് റസൂൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളുടെ വയറാണ് രോഗങ്ങളുടെ മുഴുവൻ ഇടം. ഒരു മനുഷ്യൻ അയാൾ ഭക്ഷണ നിയന്ത്രണം നടത്തിയാൽ
എല്ലാ ഔഷധങ്ങളെക്കാളും വലിയ സിദ്ധൌഷധം അതായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. അൽഹിമ്യ എന്നാണ് റസൂലുള്ളാഹി അതിനെ വിളിച്ചത്. ഡയറ്റ് കീപ്പിംഗ്. ഒരാൾ ഡയറ്റ് കീപ്പിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഔഷധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഔഷധം അതാണ്. അപ്പോ മാംസഭക്ഷണം കൊണ്ട് ഇങ്ങനെ തടിച്ചു കൊഴുക്കാനല്ല, മറിച്ച് പാവം മനുഷ്യരിലേക്ക് അതിനെ വിതരണം ചെയ്യാനാണ്. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ദരിദ്രരായ ആളുകൾക്ക് അത് വിതരണം ചെയ്യുകയും അങ്ങനെ ആ രീതിയിൽ അതൊരു തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സൽക്കർമ്മമായി മാറ്റുകയും ചെയ്യലാണ് പ്രധാനം. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ വലിയ ഹിദായത്തിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹോന്നതമായ സ്ഥാനത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾ വബശ്ശിരിൽ മുഹ്സിനീൻ, നബിയെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ ബലിദാനം ഒരു ആചാരത്തെക്കാളും അപ്പുറം മനസ്സിനോട് ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു മൃഗം നാളെ ആഖിറത്തിൽ നിന്റെ വാഹനമാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ദിവസം തുടങ്ങുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും പ്രകാരം പെരുന്നാൾ ദിവസത്തിന്റെ സുബ്ഹ് നമസ്കാരാനന്തരം, അതായത് ആ ഫജ്ർ തുടങ്ങിയതിന് ശേഷമാണ്. ഫജ്ർ തുടങ്ങിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് നമസ്കരിച്ചിട്ട് അതിന് ശേഷമുള്ള സമയമാണ്. ആ സമയം അവസാനിക്കുന്നത് അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്തമാന സൂര്യന്റെ ചുവപ്പ് കാണുന്ന സമയത്താണ്. അതുവരെയും അറുക്കാവുന്നതാണ്, അതുവരെയും സുന്നത്താൻ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഇന്നത്തെ ഈ പുതിയ കാലത്തെ അതിന്റെ എല്ലാ സാമൂഹിക പ്രാധാന്യത്തോടെയും മനസ്സിലാക്കണം. വിദ്വേഷം പടർത്തുന്നത് നമ്മുടെ പണിയല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഊന്നി പറയുന്നു, ഇതൊക്കെ നമ്മുടെ മനസ്സറിയേണ്ട, അള്ളാഹുവിലേക്ക് ചേർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന നിലക്ക് മാത്രം ചെയ്യുക. ഇതൊക്കെ വാട്സപ്പിലിട്ട് അതിന്റെ ആ ഭാവവും അതുവഴി ക്രൂരമെന്ന് തോന്നിപ്പിക്കാവുന്ന ആ മൃഗത്തിന്റെ പിടച്ചിലും എല്ലാം കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് മാത്രം ലാക്കാക്കുക. ആ പ്രീതിയുള്ള ഇബ്രാഹിമിനെ പോലെ അലൈഹിസ്സലാം ജീവിതത്തെ കൂടുതൽ നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി.